40 മൈല് ദൂരമുള്ള ഒരു യാത്രയ്ക്കായി നാം പുറപ്പെട്ടിരിക്കുകയാണ്. ഈ യാത്ര വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നാം ഈ വർഷവും യാത്ര ആരംഭിച്ചത്. ഒരിക്കലും നാം ആരും പരാജയം ആഗ്രഹിക്കുന്നില്ല. നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതുമൊക്കെ വിജയത്തിലെത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല സംഭവിക്കുക. വിജയം ആഗ്രഹിക്കുമ്പോൾ അവിടെ പരാജയമാണ് ചിലപ്പോൾ സംഭവിക്കുക. പക്ഷെ പരാജയങ്ങൾക്ക് നടുവിലും നിരാശപ്പെടരുത് എന്നുള്ളൊരു വലിയ ആഹ്വാനം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു നിലയിൽ ദൈവവചനത്തിൽ വേരൂന്നിയുള്ള ആശ്രയത്വത്തോടു കൂടെ വീണ്ടും വിജയം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക്, യാത്രകളിലേക്ക് നാം പുറപ്പെടുകയാണ്. ദൈവജനമായ ഇസ്രായേൽ മക്കൾ മരുഭൂ പ്രയാണത്തിൻ്റെ അനുഭവത്തെ നമുക്ക് പരിചയമുള്ളതാണ്. അവർക്ക് കനാൻ നാട്ടിലേക്ക് പോകുവാനുള്ള ആഹ്വാനം ലഭിക്കുമ്പോൾ ദൈവത്തോടുള്ള അവരുടെ അവിശ്വസ്തത കാരണം 11 ദിവസത്തെ യാത്ര മാത്രം ഉള്ള ഒരു യാത്ര. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് എത്താൻ 11 ദിവസത്തെ വഴിയാത്രയാണ്. 200 മൈൽ, ഏതാണ്ട് 350 കിലോമീറ്റർ. അത് താണ്ടുവാൻ വേണ്ടത് 11 ദിവസമാണ്. പക്ഷേ അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞത് 40 വർഷമാണ്. പ്രിയമുള്ളവരെ, നാം പുതിയ നിയമ ഇസ്രയേലാണ്. പുതിയ നിയമ ഇസ്രയേലാകുന്ന നാം ഈ ലോക ജീവിതമാകുന്ന മരുഭൂ പ്രയാണത്തിൽ അലഞ്ഞു തിരിയുവാൻ ഉള്ളവരല്ല. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഈ ഭൂമിയിൽ തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠതയോടെ ഒരുക്കപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, നിത്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ചെന്നു ചേരുവാൻ ഉള്ളതാണ്. നാം ഒരു യാത്ര തിരിക്കുമ്പോൾ, ഒരു വലിയ യാത്രയിലാണ് ഈ ലോകത്ത് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇവിടെ വഴിമുടക്കുവാൻ പലരുമുണ്ട്. പക്ഷേ വഴിമുടക്കുവാൻ ആരെയും നാം സമ്മതിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധമായ 50 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരും വിവിധങ്ങളായ ചിന്തകളോടെ, ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെ ഒക്കെയാണ് ഈ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പിള്ളേർക്ക് പരീക്ഷയൊക്കെ തുടങ്ങിയ കാലമാണ്. പരീക്ഷാ കാലത്ത് പിള്ളേർ പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ ആവലാതി മുഴുവൻ മാതാപിതാക്കൾക്കാണ്. അത്തരത്തിലുള്ള ആവലാതി അനുഭവിക്കുന്ന ഒരു പിതാവ് കൂടെയാണ് ഞാൻ. ആയതുകൊണ്ട് പല വിധത്തിലുള്ള ആകുലതകളോടെയാണ് ഈ ദേവാലയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ ആ ആകുലതകളൊന്നും നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തടസ്സമായി തീരരുത് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് ശ്ലീഹായുടെ കൊലോസ് ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ഞാൻ വായിച്ചുവല്ലോ. അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആയതിനു മുമ്പായി പ്രത്യേകാൽ നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടണം, ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പരിപൂർണമായി നാം കൊണ്ടുപോവുകയാണ്. ഈ ദൈവവചന കേൾവിക്കായി നമ്മെ സമർപ്പിക്കുമ്പോഴും പല വിധത്തിലുള്ള പ്രതികൂലതകൾ, കേൾവിയെ തടസ്സപ്പെടുത്തുന്ന പല ചിന്തകൾ, പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും. അതെല്ലാം തടസ്സമായി നിലകൊള്ളാതെ അവയെല്ലാം മറക്കുവാൻ, മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതിന് നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരിടത്ത് ഒരു കൊമ്പനാനയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൊമ്പനാനയ്ക്ക് തിന്നുവാൻ തീറ്റയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറക്കം തോന്നുന്നില്ലേ? ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവവചനത്തിലേക്ക് പോകുന്നതിന് മുൻപ് പരിപൂർണമായ ശ്രദ്ധയെ നിങ്ങൾ ഇവിടേക്ക് തരണം. അത് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഒരു മരച്ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന കൊമ്പനാനയുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോയാൽ ഈ കൊമ്പനാനയ്ക്ക് പാപ്പാൻ കൊടുത്തിരിക്കുന്ന തീറ്റ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒരു ഈച്ചയ്ക്ക് അസൂയ തോന്നി. കൊമ്പനാനയുടെ ചുറ്റും ഈ ഈച്ച വട്ടമിട്ട് പറന്നു തുടങ്ങി. പക്ഷേ ഈച്ച ആഗ്രഹിച്ചതുപോലെ കൊമ്പനാനയ്ക്ക് യാതൊരു വിധമായ കുലുക്കവുമില്ല. അത് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. കൊമ്പനാന ചെയ്യുന്ന ജോലി എന്താ? തീറ്റ തിന്നുകയാണ്. അച്ഛാ, ഞങ്ങൾ തീറ്റ തിന്നുകയല്ലല്ലോ, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭക്ഷണം മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ യാതൊന്നും മറ്റത് ഒന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. കൊമ്പനാന തീറ്റ തിന്നുകയാണ്, ഈച്ച ശല്യപ്പെടുത്തുകയാണ്. കൊമ്പനാനയ്ക്ക് അനക്കയില്ല. ഈച്ചയ്ക്ക് പിന്നെ അല്പം കൂടെ ദേഷ്യം വന്നു. ഈച്ച ചിന്തിച്ചു, എങ്ങനെയെങ്കിലും ഈ ആനയുടെ ശ്രദ്ധ മാറ്റണം. ഈച്ച എന്ത് ചെയ്തെന്നറിയാമോ? കൊമ്പനാനയുടെ ചെവിക്കുള്ളിലേക്ക് ചെന്നിട്ട് വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ചെവിക്കുള്ളിൽ ചെന്ന് മൂളാൻ തുടങ്ങി.
കൊമ്പനാന അതും ശ്രദ്ധിച്ചില്ല. ഈച്ച മൂളിക്കൊണ്ടേയിരുന്നു. കൊമ്പനാന തീറ്റ തിന്നുകൊണ്ടേ ഇരുന്നു. ഈച്ചയ്ക്ക് പിന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ വർദ്ധിച്ചു. ഇതെന്താണ്, ഞാൻ ഇത്രയും അലോസരപ്പെടുത്തിയിട്ടും ശല്യപ്പെടുത്തിയിട്ടും ഈ ആനയ്ക്ക് യാതൊരു അനക്കവും ഇല്ലല്ലോ, ഇങ്ങനെ വിട്ടാൽ പറ്റൂല. ഈ ഈച്ച വീണ്ടും മൂന്നാമത് കൊമ്പനാന തീറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തുമ്പിക്കൈയുടെ അറ്റത്ത് ചെന്ന് ചുരണ്ടാൻ തുടങ്ങി. തീറ്റ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊമ്പനാനയുടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ചെന്ന് ചുരണ്ടിയാൽ കൊമ്പനാനയ്ക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? നമ്മൾ കഴിക്കാൻ ഭക്ഷണം എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വന്ന് ആരെങ്കിലും പിടിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ ഇല്ലയോ? വരുമോ? നമുക്ക് ദേഷ്യം വരും. പക്ഷെ കൊമ്പനാനയ്ക്ക് ദേഷ്യം വന്നില്ല. കൊമ്പനാന ഈച്ചയെ ശ്രദ്ധിച്ചില്ല, തീറ്റ എടുത്തു, അതവിടുന്ന് ചുരണ്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈച്ച കൊമ്പനാനയോട് ചോദിച്ചു, സഹോദര, കുറെ നേരമായി ഞാൻ നിന്നെ പല വിധത്തിൽ ശല്യപ്പെടുത്തുകയാണ്, പക്ഷേ നീ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. നീ തീറ്റ തിന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നിനക്ക് സാധ്യമാകുന്നത്? ആന കൊടുക്കുന്ന രണ്ട് മറുപടിയുണ്ട്, അത് ശ്രദ്ധേയമാണ്. ഒന്ന്, ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കുകയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കുകയില്ല. രണ്ട്, മറ്റുള്ളവരുടെ ശല്യപ്പെടുത്തലുകൾക്ക് നിന്ന് തരുവാൻ എനിക്ക് സൗകര്യമില്ല. മറ്റുള്ളവരുടെ ശല്യപ്പെടുത്തലുകൾക്ക് നിന്ന് തരുവാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ 50 നോയമ്പിലേക്ക് പ്രവേശിച്ചവരാണ്. പല ശല്യപ്പെടുത്തലുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. രണ്ട്, ആ ശല്യപ്പെടുത്തലുകൾക്ക് നിന്നു കൊടുക്കാൻ നമ്മൾ വശം പെട്ട് പോകുകയും അരുത്. അത് ശ്രദ്ധിക്കരുത്, അതിന് വശം പെട്ട് പോകുകയും അരുത്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഓരോരുത്തരുടെയും മനസ്സിന്റെ മുമ്പിൽ ആ ഹൃദയവാതിക്കൽ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്താണ്? പ്രവേശനം മുൻകൂർ അനുവാദമുള്ളവർക്ക് മാത്രം. അതുകൊണ്ട് നോമ്പിന്റെ ആദ്യത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ച് വെള്ളിയാഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ ബോർഡ് എഴുതിയില്ലെങ്കിൽ ഈ സമയത്ത് നമ്മളൊരു ബോർഡ് എഴുതി വെക്കുകയാണ് നമ്മുടെ ഹൃദയവാതിക്കൽ. എന്താ? മുൻകൂർ അനുവാദമില്ലാത്ത ആർക്കും പറ, പ്രവേശനം ഇല്ല. പ്രവേശനം കൊടുക്കുവോ? കൊടുത്താൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് കൊടുത്താതിരുന്നാൽ നിങ്ങൾ ഈ നോമ്പിൽ വിജയികളാവും. 40 മൈൽ ഭംഗിയായി യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസം നാം ചിന്തിക്കുന്നത് ക്രിസ്തു വചനം ഹൃദയത്തിൽ വസിക്കണം. ഹൃദയത്തിനുള്ളിലെ ക്രിസ്തു സാന്നിധ്യം, ഹൃദയത്തിനുള്ളിലെ ക്രിസ്തു സാന്നിധ്യം. ഈ 50 നോയമ്പിൽ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം എങ്ങനെയെന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണല്ലോ എന്നെ കേൾക്കുന്ന എല്ലാവരും. ആണോ? ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണോ? അതിന് സംശയമുണ്ടോ? ഉണ്ടോ? ക്രിസ്തുവിനെ സ്വീകരിച്ചവർ, ക്രിസ്തുവിനെ അനുഭവിച്ചവർ എല്ലാ ദുഷ്ടചിന്തകളും വെടിഞ്ഞുകൊണ്ട്, വീൺ ചിന്തകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സൽക്രിയകൾക്ക് ഇടം കൊടുക്കുവാൻ തക്കവണ്ണം ഹൃദയത്തെ എന്ത് ചെയ്യണം? മനസ്സിനെ ശുദ്ധീകരിക്കണം എന്നാണ് നാം തുടക്കത്തിൽ പാടിയത്. ആയതുകൊണ്ട് സൽക്രിയകൾക്ക് മനുഷ്യ ജീവിതത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ കഴിയുമാറ് സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് പരസ്പരം ഉപദേശിച്ചും ബുദ്ധി ഉപദേശിച്ചും ഐശ്വര്യമായി ക്രിസ്തുവിന്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കണം. ഇതാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. ഈ വാക്യം മാത്രം വായിക്കുമ്പോൾ ഒന്നും നമുക്ക് പിടികിട്ടൂല. എങ്ങനെയെന്നാൽ ഈ 16-ാം അധ്യായത്തിന്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 3-ാം അധ്യായം പൂർണ്ണമായും നാം വായിക്കണം, ധ്യാനിക്കണം. ഓരോ നോമ്പിലും
ഓരോ വിശുദ്ധ കുർബാന അനുഭവത്തിലും വായിച്ച് ധ്യാനിക്കേണ്ട ഒരു ലേഖന ഭാഗമാണ് കൊലോസ് ലേഖന 3-ാം അധ്യായം. 25 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരധ്യായമാണ് കൊലോസ് ലേഖന 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസിയുടെ ദൈവ പൈതലിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു അവനെ നിത്യം സ്പർശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്പർശനം അനുഭവവേദ്യമാകത്തക്ക നിലയിൽ നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്ന, ക്രിസ്തുവിന്റെ സ്പർശനം അനുഭവിക്കപ്പെട്ട 8 ഇടങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്നത്. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്തുതികളോടെ, സങ്കീർത്തനങ്ങളോടെ പരസ്പരം ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ പങ്കുവെച്ച് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ക്രിസ്തുവിന്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിൽ ക്രിസ്തുവിന്റെ സ്പർശനം ഈ പരിശുദ്ധമായ നോമ്പിന്റെ നാളുകളിൽ എനിക്കുണ്ടാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹം, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുവാൻ വിധത്തിൽ സുവിശേഷ ഭാഗങ്ങളിൽ ക്രിസ്തു സ്പർശിച്ച 8 സന്ദർഭങ്ങളെയും നാം പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പങ്കുവെക്കുന്ന ഒരു തലമാണ്. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നാം എല്ലാവരും ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമസ്ഥരാണ്. പക്ഷെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അവകാശികളാണോ എന്ന് ചിന്തിക്കുവാൻ ഇടയായി തീരണം. മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനത്തിൽ കൊലോസ്യരോട് പറയുന്ന ഒരു കാര്യം, സകലത്തിന് മുമ്പായി ക്രിസ്തുവിനെ കാണിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ സകലത്തിന് മുമ്പനായി കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ലേഖന കർത്താവിന് ഉള്ളത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരാജയങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ സമാധാനം അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ സകലതിൻ്റെയും മുൻപിൽ ആരെ മുമ്പനായി കാണിക്കണം? ക്രിസ്തുവിനെ മുമ്പനായി കാണിക്കണം. ക്രിസ്തു മുമ്പനായി എൻ്റെ മുൻപിൽ നിലകൊള്ളുമ്പോൾ എനിക്കാവശ്യമുള്ളതെല്ലാം ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. എൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം എൻ്റെ തമ്പുരാനിൽ ഉണ്ട്. മറ്റൊരിടത്തും അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് തമ്പുരാനെ സകലത്തിന് മുമ്പനായി നിലനിർത്തിക്കൊണ്ട് ആ ക്രിസ്തുവിലേക്ക് ശ്രദ്ധ പൂർണ്ണമായി പതിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിൽ മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമായി തീരും. മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തീയ ജീവിതത്തിൽ മരിപ്പിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. വിശുദ്ധീകരിക്കുന്നില്ല. നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. വീട്ടിൽ പോയി കൊലോസ് ലേഖന 3-ാം അധ്യായം ശാന്തതയോടെ വായിക്കണം. അതിൻ്റെ 3 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അവിടെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതത്തിൽ, ഈ ഭൗമിക ജീവിതത്തിൽ മരിപ്പിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉരിഞ്ഞു കളയേണ്ട 6 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 6 കാര്യങ്ങൾ ഉരിഞ്ഞു കളയണം. ജീവിതത്തിൽ കോപമുള്ളവരുണ്ട്, ക്രോധമുള്ളവരുണ്ട്, ഈർഷ്യയുള്ളവരുണ്ട്, ദൂഷണമുള്ളവരുണ്ട്, ദുർഭാഷണത്തിന് അടിമപ്പെട്ടവരുണ്ട്, പോഷ്ക് പറയുന്നവരുണ്ട്. ഈ 6 കാര്യങ്ങൾ ഉരിഞ്ഞു കളയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല, ക്രിസ്തുവിന്റെ സ്പർശനം ഉണ്ടാവില്ല. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ 6 കാര്യങ്ങളെ ഉരിഞ്ഞു കളയുന്ന ഒരു ദൈവ പൈതൽ വിശുദ്ധിയുടെ 5 വസ്ത്രങ്ങൾ ധരിക്കണം. അതാണ് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ധരിക്കേണ്ട വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അത് മനസ്സലിവാണ്, അത് ദയയാണ്, അത് ക്ഷമയാണ്, അത് ദീർഘക്ഷമയാണ്, അത് സ്നേഹമാണ്.
ഈ അനുഗ്രഹീതമായ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമാകണമെങ്കിൽ ഉരിഞ്ഞു കളയേണ്ടുന്നതിനെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട്, മരിപ്പിക്കേണ്ട ലൗകിക മോഹങ്ങളെ മരിപ്പിച്ചുകൊണ്ട്, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ധരിക്കേണ്ട മനസ്സലിവും ദയയും താഴ്മയും ദീർഘക്ഷമയും സ്നേഹവും എന്ന വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇടയായെങ്കിൽ മാത്രമേ 16-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുന്ന സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ബുദ്ധി ഉപദേശിച്ചും പഠിപ്പിച്ചും ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ എന്നുള്ള അനുഗ്രഹം പ്രാപിക്കാനായി സാധിക്കുകയുള്ളൂ. ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു വചനം, ആ ക്രിസ്തു വചനം എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിലകൊള്ളണമെങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ അസമാധാനം സൃഷ്ടിക്കുന്ന ലോകത്തിന്റെ സകല മായകളെയും പൂർണ്ണമായും എടുത്ത് മാറ്റണം. അവിടെ ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിറയുകയാണ്. ക്രിസ്തുവിന്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ഉരിഞ്ഞു കളയേണ്ട കാര്യങ്ങളെല്ലാം ഉരിഞ്ഞു കളയും. അതാണ് വിശുദ്ധ കുമ്പസാരത്തിൽ സാധ്യമായി തീരുക. വിശുദ്ധ കുമ്പസാരത്തിലൂടെ കോപത്തിന്റെയും ക്രോധത്തിന്റെയും ഈർഷ്യയുടെയും ദുർഭാഷണത്തിന്റെയും ദൂഷണത്തിന്റെയും ഭോഷ്കിന്റെയും ജീവിത അനുഭവങ്ങളെ നമ്മൾ ഉരിഞ്ഞു കളയുകയാണ്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ മനസ്സലിവിന്റെയും ദയയുടെയും താഴ്മയുടെയും ദീർഘക്ഷമയുടെയും സ്നേഹത്തിന്റെയും വസ്ത്രങ്ങൾ എന്നിൽ വന്നു ചേരുകയാണ്. ആ തേജസ്സിന്റെ വസ്ത്രങ്ങൾ ഞാൻ അണിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്തുതികളും സ്തോത്രങ്ങളും സങ്കീർത്തനങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ നോമ്പ്, ഉപവാസം എന്നെല്ലാം പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ തെളിയിക്കുന്നതിനുള്ള മുഖാന്തരങ്ങളാണ്. പിതാക്കന്മാർ വളരെ ഭംഗിയായി പ്രാർത്ഥിച്ച് നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നോമ്പ് വിശുദ്ധന്മാരുടെ മാർഗമാണ്, ജീവിച്ചിരിക്കുന്നവരുടെ ഊടുവഴിയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. നോമ്പെന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ മാർഗമാണ്, ജീവിച്ചിരിക്കുന്നവരുടെ ഊടുവഴിയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കപ്പെടണം ഈ നോമ്പ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വഴി ഒരുക്കപ്പെടണം ഞാൻ അനുഷ്ഠിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നോമ്പും ഉപവാസവും ക്രിസ്തുവിനോട് ഇഴുകിച്ചേരലാണ്. നോമ്പ് ഉപവാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ഇഴുകിച്ചേരലാണ്, ലോകത്തോടുള്ള ഇഴുകിച്ചേരലല്ല. അതുകൊണ്ടത്രേ പിതാക്കന്മാർ പറയുന്നു, ഓരോ വിശ്വാസിക്കും നോമ്പിൽ 2 സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത ഭൗതികമായ ചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തോട് കൂടുതൽ ചേരുവാൻ കഴിയുക. 2, ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൗതിക ചിന്തകളുടെ പിന്നാലെ പോവുക. നമ്മുടെ ജീവിതത്തിൽ ഏതാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക? എത്ര നോമ്പ് നോക്കിയാലും, എത്ര ഉപവസിച്ചാലും, എത്ര കുർബാന അനുഭവം ജീവിതത്തിൽ ഉണ്ടായാലും എന്റെയും നിങ്ങളുടെയും യാത്ര വീണ്ടും എവിടേക്കാണ്? ഭൗതികതയുടെ പിന്നാലെയാണ്. ഈ ഭൗമിക ജീവിതത്തിൽ ആവശ്യമായതൊക്കെ നേടുവാനും തേടുവാനും ദൈവം നമുക്ക് അവകാശവും അനുഗ്രഹവും തന്നിട്ടുണ്ട്. പക്ഷേ ഭൗതിക നന്മയുടെ പിന്നാലെ പോകുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടു പോകരുത്? ഹൃദയത്തിന്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഭൗതിക ജീവിതത്തിൽ ഞാൻ നേടുന്നതൊക്കെയും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് ആകരുത്. ഇന്നത്തെ ജീവിത ചുറ്റുപാടുകളെ നോക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങളെ നേടുവാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അവസാനം നോക്കുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ട്
ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവിതം ഇല്ലാതാകുന്ന അനുഭവങ്ങളെയാണ് പരിചയപ്പെടുവാൻ സാധിക്കുക. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട്, ദൈവത്താൽ അയക്കപ്പെട്ട്, ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട്, വിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ. ഓർക്കണം, ദൈവത്താൽ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട്, ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം നൽകുന്ന ഭൗതിക നേട്ടങ്ങളുടെ നടുവിൽ ഒരു നിമിഷവും ദൈവത്തെ മറക്കാൻ ഇടയാവരുത്. ദൈവത്തെ മറക്കാതെ ഇരിപ്പാൻ, ദൈവ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച നോമ്പ് സഭയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ആ നോമ്പ് നമ്മെ കൂടുതൽ വിനയമുള്ളവരാക്കി തീർക്കുകയാണ്. ആ നോമ്പ് നമ്മുടെ ആത്മാവിനെ ശോഭിപ്പിക്കുകയാണ്. ആ നോമ്പ് നമ്മുടെ മോഹങ്ങളെ മായ്ച്ചു കളയുകയാണ്. ആ നോമ്പ് നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ്. അതിനാൽ അത്രേ നോമ്പ് ഒരനുഷ്ഠാനം എന്ന് പറയുക. നമ്മെ വിനയപ്പെടുത്തുന്നത് കൊണ്ട്, ദൈവത്തോട് അടുപ്പിക്കുന്നത് കൊണ്ട്, നമ്മുടെ മോഹങ്ങളെ ഇല്ലാതാക്കുന്നത് കൊണ്ട് നമ്മൾ നോമ്പിനെ എന്തെന്ന് പറയുന്നു? ഒരനുഷ്ഠാനമായി നാം കൈക്കൊള്ളുകയാണ്. നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അനുഷ്ഠാനം എന്നത് ചിട്ട പഠിക്കാനുള്ളൊരു മാർഗമല്ല. അനുഷ്ഠാനം ചിട്ട പഠിക്കാനുള്ളൊരു മാർഗമല്ല, പിന്നെയോ സാക്ഷ്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണ്? അത് സാക്ഷ്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിലേക്കുള്ള യാത്രയുടെ സാക്ഷാത്കാരമാണ്. ദൈവത്തിലേക്കുള്ള യാത്രയുടെ സാക്ഷാത്കാരമാണ് എന്തെന്ന് പറയുക? അനുഷ്ഠാനം. വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു, വിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുന്നു, ഉപവാസം എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടും. ഇത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ ചിട്ട പഠിക്കാനുള്ള ഒരു മാർഗമല്ല, പിന്നെയോ സാക്ഷ്യത്തിനുള്ള മാർഗമാണ്. ഈ ലോക ജീവിതം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ളതാണ്. ആയതുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എൻ്റെ നോമ്പനുഷ്ഠാനം. ക്രിസ്തു സാക്ഷ്യത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിലേക്കുള്ള യാത്രയുടെ സാക്ഷാത്കാരമാണ് എൻ്റെ നോമ്പനുഷ്ഠാനം എന്ന് പറയുക. പ്രിയമുള്ള ദൈവജനമേ, ആയതുകൊണ്ട് അനുഗ്രഹീതമായ ഈ നോമ്പിലൂടെ സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ബുദ്ധി ഉപദേശിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് പാടി ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് കൈക്കരുത്തല്ല ലഭിക്കുക, പിന്നെന്താ? മനക്കരുത്ത് ലഭിക്കും. ക്രിസ്തു വചനം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്ക് കൈക്കരുത്തല്ല, പിന്നെ എന്താണ് എനിക്ക് ലഭിക്കുക? മനക്കരുത്താണ്. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നോമ്പും എൻ്റെ നേർച്ചയും കൈക്കരുത്ത് നേടാനുള്ളതാണോ? ആണോ? ഒരിക്കലും കിട്ടൂല. വിശുദ്ധ കുർബാന നേർച്ചയായി അർപ്പിച്ചാൽ കൈക്കരുത്ത് കിട്ടില്ല. എന്ത് കിട്ടും? മനക്കരുത്ത് കിട്ടും. നോമ്പ് വിശുദ്ധിയോടെ നോക്കേണ്ടുന്നത് പോലെ നോക്കിയാൽ കൈക്കരുത്ത് കിട്ടൂല. പിന്നെ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഉറങ്ങിയോ? എൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇരിക്കുന്നവരുണ്ട്. എനിക്ക് കാണാൻ കഴിയാതെ എന്നെ കേട്ടുകൊണ്ട് രണ്ട് വശങ്ങളിൽ സുഖമായി നിദ്രയിൽ ആണ്ടുപോകുന്നവരുണ്ട്. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുകയും. ഉണർന്നെഴുന്നേറ്റാൽ നമുക്ക് എന്ത് ലഭിക്കും? കൈക്കരുത്ത് കിട്ടൂല. എന്ത് കിട്ടും? മനക്കരുത്ത് കിട്ടും. ഉറങ്ങിയാൽ എന്ത് നഷ്ടപ്പെടും? ദൈവസന്നിധിയിൽ ഉറങ്ങിയാൽ എന്ത് നഷ്ടപ്പെടും? പറ. ദൈവസന്നിധിയിൽ ഉറങ്ങിയാൽ എന്ത് നഷ്ടപ്പെടും? മനക്കരുത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവവചനം ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തുന്നതാണ്. ദൈവവചനം ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തുന്നതാണ്. ഈ ദൈവവചനത്തിന്റെ പ്രത്യേക ലക്ഷണങ്ങൾ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്. 4-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യങ്ങളാണ്. ഏതാണ്?
ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ, ആ വാക്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഈ വാക്യത്തിൽ 5 ലക്ഷണങ്ങൾ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. 2, ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്. 3, ദൈവത്തിൻ്റെ വചനം മൂർച്ചയുള്ളതാണ്. 4, ദൈവത്തിൻ്റെ വചനം തുളച്ചു ചൊല്ലുവാനുള്ള കഴിവ് ഉള്ളതാണ്. ദൈവത്തിൻ്റെ വചനം 5-ാമത്തെ ലക്ഷണം, അത് വിവേചന ശക്തി ഉള്ളതാണ്. അപ്പൊ ദൈവവചനത്തിന്റെ പ്രത്യേക ലക്ഷണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, അത് മൂർച്ചയുള്ളതാണ്, തുളച്ചു ചൊല്ലുവാൻ കഴിവുള്ളതാണ്, വിവേചന ശക്തി ഉള്ളതാണ്. ഈ വചനത്തിലാണ് നമ്മുടെ ആശ്രയം. ഈ വചനത്താൽ എൻ്റെ ജീവിതത്തിന്റെ മൂർച്ച കൂട്ടപ്പെടണം. ഈ വചനം എൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറണം. ഈ വചനത്താൽ എനിക്ക് എന്തുണ്ടാവണം? ജീവനുണ്ടാവണം. ക്രിസ്തു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നു നിനക്ക് ജീവൻ നൽകാൻ. എങ്ങനെ? സമൃദ്ധിയായ ജീവൻ. ക്രിസ്തു ഈ ലോകത്തിലേക്ക് എനിക്ക് വേണ്ടി വന്നത് എനിക്ക് ജീവനേകാനാണ്. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധിയായ ജീവൻ. ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക് ആ വചനത്തിലൂടെ ജീവൻ ലഭിക്കുന്നു. ആ വചനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം തിരികെ ലഭിക്കുന്നു. ആ വചനത്തിലൂടെ അവൻ മൂർച്ചയുള്ളവനായി മാറുകയാണ്. കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളുമോ? അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മൂർച്ചയുണ്ടാവണം. എന്തിൻ്റെ മൂർച്ച? ആത്മീയമായ മൂർച്ച. ആത്മീകതയുടെ എരിവ് എന്നിലും നിങ്ങളിലും ഉണ്ടാവണം. ആത്മീകതയുടെ, ദൈവീകതയുടെ എരിവ് എന്നിലും നിങ്ങളിലും ഉണ്ടാവണം. തുളച്ചു ചെല്ലുവാനുള്ളൊരു കഴിവ്, ദൈവവചനത്തിന് തുളച്ചു ചെല്ലുവാനുള്ളൊരു കഴിവ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റുമ്പോൾ ആ വചനം എൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറും. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ സ്തൗമൻ കാലോ ശുശ്രൂഷകൻ ഉറക്കെ ചൊല്ലുമ്പോൾ ജനം ആർത്തട്ട് എന്തു പറയും? കുറിയലായിസോൻ. എന്താ അർത്ഥം? ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ. അതിനപ്പുറത്തൊരു പ്രാർത്ഥനയില്ല. അത് നിരന്തരം ഒരു വിശ്വാസി ഏറ്റു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലേക്ക്, എൻ്റെ അസമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഉൾത്തടങ്ങളിലേക്ക് ആഴമായി വന്ന് പതിയുകയാണ്. അവിടെ എനിക്ക് എന്തുണ്ടാവും? വിവേചന ശക്തി ഉണ്ടാവും. ഈ ലോകത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി എന്നിലും നിങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്? എന്നിലെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നത്? എന്നിലെ മൂർച്ച ഇല്ലാതെ പോകുന്നത്? തുളച്ചു ചെല്ലുവാനുള്ള കഴിവ്, എൻ്റെ ഹൃദയത്തിലേക്ക് വചനത്തിന് പ്രവേശിക്കുവാനുള്ള ആ ഒരു തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിൽ വിവേചന ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ അധപ്പതനത്തിന്റെ 3 കാരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ അധപ്പതനത്തിന്റെ 3 കാരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പൗലോസ്ലീഹ എബ്രായ ലേഖനം 3-ാം അധ്യായം 16, 17, 19 വാക്യങ്ങളിലൂടെ. അത് 3 വാക്കുകളാണ്. 1, അവരുടെ മത്സരം. 2, അവരുടെ പാപം. 3, അവരുടെ അനുസരണക്കേട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ജീവനും ചൈതന്യവും മൂർച്ചയും തുളച്ചു ചെല്ലുവാനുള്ള കഴിവും, എൻ്റെ ജീവിതത്തിൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത് പഴയ നിയമ ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ച് മത്സരിച്ചതുപോലെ, ദൈവത്തോട് പാപം ചെയ്തതുപോലെ, ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയതുപോലെ പുതിയ നിയമ ഇസ്രായേലായ ഞാനും ഇന്നും ദൈവത്തോട് പലപ്പോഴും എന്നോട് പറയണ്ട, മനസ്സിൽ പറ, ഞാനും ദൈവത്തോട് പലപ്പോഴും മത്സരിക്കുകയാണ്. ഞാൻ ദൈവത്തോട് പലപ്പോഴും പാപം ചെയ്യുകയാണ്. ഞാൻ ദൈവത്തോട് പലപ്പോഴും അനുസരണക്കേട് കാട്ടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പം അവിടെ
ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ മോശയും യോശുവായും കാലേബും ഒക്കെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പോയി വായിച്ചു നോക്കണം വീട്ടിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ പിതാക്കന്മാരൊക്കെ ദൈവത്തോട് ചേർക്കപ്പെട്ടു. അവിടെ ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രിയമുള്ളവരെ, ഇന്നിന്റെ പരാജയം അത് തന്നെയാണ്. ക്രിസ്തു സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നത്, ക്രിസ്തു സാന്നിധ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നത്, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തോട് കൂടെ നടന്ന പൂർവിക മാതാപിതാക്കളുടെ സാന്നിധ്യം ഇന്ന് ലോകത്ത് ഇല്ല. അവര് കാലയവനയ്ക്കുള്ളിൽ ദൈവത്തോട് ചേർന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തെ അറിയാത്ത, ലോകത്തെ മാത്രം അറിയുന്ന ഒരു തലമുറ ഇന്ന് ഉണ്ടായി. ഇന്ന് പുതിയ നിയമ ഇസ്രായേലിന്റെയും പ്രശ്നം അവിടെയാണ്. ശാന്തതയോടെ നിങ്ങൾ ആലോചിക്കണം. ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ, അതിന് മനുഷ്യബുദ്ധിക്ക് അപ്പുറമായി മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ഇന്നത്തെ പേപ്പർ വായനയിലും ഉണ്ടല്ലോ, അടുത്ത 5 വർഷത്തിനുള്ളിൽ വീണ്ടും പുതിയ സാങ്കേതിക വിദ്യകൾ ലോകത്ത് നടപ്പിലാകും എന്നുള്ളത് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഏടെയൊക്കെ കാലം ലോകത്തെ ഗ്രസിക്കുമ്പോൾ നാം ഓർക്കണം, ദൈവത്തെ മറന്നുപോകുന്ന, ദൈവത്തെ വേണ്ടാന്ന് വെക്കുന്ന, വിവേചന ശക്തി നൽകുന്ന ഈ ലോകത്തെ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകുന്ന, ദൈവത്തെ മറന്നുപോകുന്ന ഒരു തലമുറയുടെ സാന്നിധ്യം ഇന്ന് എവിടെയുണ്ട്? ലോകത്ത് ഉണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ക്രിസ്തു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ദൈവത്തെ അറിയാതെ പോകുന്ന എൻ്റെ നിമിഷങ്ങളിൽ, ഈ ലോകത്തിന്റെ നേട്ടങ്ങളിൽ, ഈ ലോകത്തിന്റെ മായകളിൽ ഞാൻ വീണു പോകുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ മറന്നു പോകുന്നെങ്കിൽ അവിടെ എന്നെ ആര് സ്പർശിക്കണം? ക്രിസ്തു സ്പർശിക്കണം. പൗലോസിനെ സ്പർശിച്ചതുപോലെ ശൗലായിരുന്ന പൗലോസിനെ സ്പർശിച്ചപ്പോൾ ശൗലിൽ നിന്ന് ആരിലേക്ക് മാറ്റപ്പെട്ടു? പൗലോസിലേക്ക് ഒരു രൂപാന്തരം ഉണ്ടായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഒരു നാമധേയം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്നിലെ ദൈവ ചൈതന്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ ക്രിസ്തുവിന്റെ സ്പർശനം എനിക്ക് എവിടേക്ക് മടങ്ങി വരുവാൻ സാധിക്കും? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, എൻ്റെ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് സാധ്യമായി തീരും. ആയതുകൊണ്ട് എൻ്റെ 2-ാം ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ നിയമ ഇസ്രായേലാകുന്ന ഞാനും നിങ്ങളും പഴയ നിയമ ഇസ്രായേലിനെ പോലെ ദൈവത്തോട് മത്സരിച്ച്, ദൈവത്തോട് പാപം ചെയ്ത്, അനുസരണക്കേട് കാട്ടിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരു ജീവിതകാലം. ഈ ജീവിതകാലത്ത് എനിക്ക് രോഗങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, കുടുംബത്തിന്റെ അസ്വസ്ഥതകളുണ്ട്. ഇവയുടെയൊക്കെ നടുവിൽ ഞാൻ നട്ടം തിരിയുകയാണ്. ശരിയാണോ? പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആരെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ ഭാരങ്ങളിലൂടെ കടന്നു പോകാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ആരുടെ സ്പർശനം നിങ്ങൾക്കുണ്ട്? ആരുടെ സ്പർശനമുണ്ട്? ക്രിസ്തുവിന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിലുണ്ട്. ക്രിസ്തു സ്പർശിച്ച ഇടങ്ങൾ 1, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ എന്ത് സംഭവിച്ചു? കുഷ്ഠം വിട്ടുമാറി. സന്ദർഭം മനസ്സിലായല്ലോ? വിശദീകരിക്കുന്നില്ല. യേശു ക്രിസ്തു ഈ നോമ്പിലൂടെ എന്നെ സ്പർശിക്കണം, വിശുദ്ധ കുർബാനയിലൂടെ എന്നെ സ്പർശിക്കണം. അങ്ങ് അകലെ നിന്നുകൊണ്ട് കുർബാനയിൽ സംബന്ധിച്ചാൽ ക്രിസ്തു എന്നെ സ്പർശിക്കില്ല. ഒരുങ്ങേണ്ടുന്നത് പോലെ ഒരുങ്ങി മനസ്സുകൊണ്ട് ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ ബലിപീഠത്തിൽ എനിക്കായി സന്നിഹിതനാകുന്ന ക്രിസ്തു എന്നെ
തൊടാതെ വിടൂല, തൊട്ടേ വിടുകയുള്ളൂ. പക്ഷെ ആ ഒരു വിശ്വാസത്തോടെ എവിടേക്ക് വരണം? വിശുദ്ധ ആരാധനയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായി തീരണം. ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇവന്റെ പൂർണ്ണമായ ഒരു സമർപ്പണത്തിന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, കർത്താവേ, ഈ ദൈവവചനം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഞാലിയാകുഴി ദേറ ഓർക്കും. അച്ഛനിവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ എനിക്ക് ഞാലിയാകുഴിയോട് ഒരു ബന്ധമുണ്ടെന്ന്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അഭിമന്യ പിതാവ് പഠിപ്പിച്ച യേശുനാമ പ്രാർത്ഥന ഉപയോഗിക്കുന്നവരായിരിക്കാം ഏറിയ പങ്ക് ആളുകൾ. അന്ന് പിതാവിനോട് കൂടെ താമസിക്കുമ്പോൾ പഠിപ്പിച്ച യേശുനാമ പ്രാർത്ഥനയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, നിനക്ക് തിരുമനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. പാപിയായ എന്നോട് കരുണ തോന്നണം. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ചിട്ട് അവനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നിനക്ക് തിരുമനസ്സാകുന്നുവെങ്കിൽ. നാമൊക്കെ അങ്ങനെയാണോ പ്രാർത്ഥിക്കുക? കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ ഇല്ലയോ അതെന്റെ വിഷയമല്ല, എനിക്ക് ഇത് കിട്ടിയേ. ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് മല്ലടിച്ചതുപോലെ മല്ലടിക്കുന്നതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മയമൊക്കെ ഉണ്ടാവണം. കുഷ്ഠരോഗിയായ മനുഷ്യൻ വന്ന് അവന്റെ മുൻപാകെ നമസ്കരിച്ചു കവിണ് വീണു. തമ്പുരാനോട് പ്രാർത്ഥിച്ചു, നിനക്ക് തിരുമനസ്സാകുന്നു എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അതുകൊണ്ട് തമ്പുരാന്റെ സ്പർശനത്തെ ധ്യാനിക്കുമ്പോൾ ഒന്നാമത് കാണുന്ന സ്പർശനമാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള സൗഖ്യം എന്ന് ചോദിച്ചാൽ ശുദ്ധീകരിക്കുന്ന സ്പർശനം ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. കുഷ്ഠരോഗി വന്ന് നമസ്കരിച്ച് അവനോട് പറഞ്ഞു, നിനക്ക് തിരുമനസ്സാകുന്നു എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും. കർത്താവ് അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക. ആയതുകൊണ്ട് ഈ നോമ്പിന്റെ അനുഭവത്തിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ക്രിസ്തു എന്നിൽ നടത്തപ്പെടേണ്ട, എന്നിൽ ഉണ്ടാകേണ്ട സ്പർശനത്തിന്റെ ഒന്നാം തലമാണ് കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്പർശനം ഉണ്ടാവണം. ശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ധ്യാന ഭാഗമാണ്. വിശുദ്ധിയെ കൂടാതെ ദൈവത്തെ കാണാൻ സാധിക്കുമോ? അത്ര ഓർത്താൽ മതി. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. ആയതിനാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്ത്? നിനക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ ഈ കുഷ്ഠരോഗി ഉൾപ്പെടെ വലിയ വിശ്വാസത്തിന്റെ ഉടമകളായ ചില ഉദാഹരണങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിശുദ്ധ മത്തായി വളരെ ഭംഗിയായി ഇത് ഉൾപ്പെടെ 7 ഉദാഹരണങ്ങൾ കാട്ടുകയാണ്. വിശ്വാസമുണ്ടെങ്കിലേ ശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. വിശ്വാസത്തോടു കൂടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുക? ശുദ്ധീകരണം ഉണ്ടാവുക. അപ്പൊ ഏതിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഇതിന് വിശുദ്ധ മത്തായി നൽകുന്ന ഉദാഹരണങ്ങളാണ്. ഒന്ന്, ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ. വീണ്ടും മുന്നോട്ട് വായിക്കുമ്പോൾ പ്രമാണിയായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. വീണ്ടും 2 കുരുടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ശതാധിപനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് കടന്നു വന്ന ദീനക്കാരായ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ മകൾക്ക് വേണ്ടി തമ്പുരാനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച കനാനിയക്കാരിയായ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ വൈദ്യന്മാരുടെ അടുക്കൽ പോയിട്ടും സുഖം ലഭിക്കാതെ തമ്പുരാന്റെ വസ്ത്രത്തിന്റെ തൊങ്ങില്ലെങ്കിലും തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ച രക്തസ്രാവക്കാരിയായ സ്ത്രീയെ ഉദാഹരിക്കുന്നുണ്ട്. ഈ ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുഷ്ഠരോഗിയും തുടർന്ന് കേൾക്കപ്പെടുന്ന ഈ വ്യക്തിത്വങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പിന്റെ യാത്രയിൽ നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. തമ്പുരാനെ,
എൻ്റെ യേശുവേ, നിനക്ക് തിരുമനസ്സാകുന്നു എങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഫലം ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളുകൊണ്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആരെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവിടെയാണ് അവിശ്വര്യമായി എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തു വചനത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ആയതുകൊണ്ട് ഒന്നാമത് ലഭിക്കേണ്ട സ്പർശനം ശുദ്ധീകരിക്കപ്പെടുന്ന സ്പർശനമായിരിക്കണം. 2, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് എന്താ? 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് എന്താണ്? അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. പിന്നെന്താ? അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ. ഏത് സംഭവമാണ്? പത്രോസിന്റെ അമ്മയെ തമ്പുരാൻ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. അവൻ അവളുടെ കൈ തൊട്ടു, അവളുടെ പനി വിട്ടു. രണ്ടാമത്തെ സ്പർശനം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സൗഖ്യം സമ്മാനിക്കുന്ന ഒരു സ്പർശനമാണ്. എന്ത് നൽകുന്ന സ്പർശനമാണ്? സൗഖ്യം. അപ്പൊ തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ അവന്റെ തിരുശരീര രക്ത അനുഭവങ്ങളിലൂടെ അവന് ലഭിക്കുന്ന സ്പർശനത്തിന്റെ 1-ാം തലം വിശുദ്ധീകരിക്കപ്പെടുന്ന തലമാണ്. 2, സൗഖ്യമാക്കപ്പെടുന്ന സ്പർശനമാണ്. പത്രോസിന്റെ അമ്മയെ തൊട്ട് സുഖപ്പെടുത്തിയ തമ്പുരാൻ ആരെയും തൊടും? എന്നെയും തൊടും. എന്നെ തൊടുമ്പോൾ എന്തു മാറും? എൻ്റെ ദീനം മാറും. ഈ കാലത്ത് പനി ഏറി വരുന്ന കാലമാണ് അല്ലേ? എല്ലാവരും പറയും പനി പുറത്തില്ല, പക്ഷെ അകത്ത് എന്തുണ്ട്? ചുമ. എല്ലാവർക്കും ചുമയാ. പ്രിയമുള്ളവരെ, പത്രോസിന്റെ അമ്മയും അവൻ വന്നപ്പോൾ എന്ത് കഷ്ടപ്പെടുകയാണ്? പനി കൊണ്ടും ചുമ കൊണ്ടും. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അവളെ തൊട്ടു, അവിടെ പനി മാറി. ഞാനും നിങ്ങളും വേദനയിൽ കഷ്ടപ്പെടുമ്പോൾ, രോഗത്തിൽ വലയുമ്പോൾ ആര് തൊടും? പക്ഷെ എന്തു വേണം? വിശ്വാസം. കുഷ്ഠരോഗിയെ പോലെ, എന്തു വേണം? പ്രമാണിയെ പോലെ, രക്തസ്രാവക്കാരിയെ സ്ത്രീയെ പോലെ എന്തു വേണം? ആഴമായ വിശ്വാസം വേണം. അപ്പൊ 2-ാമത്തെ സ്പർശനം സൗഖ്യമാക്കുന്ന സ്പർശനം. 1-ാമത്തെ സ്പർശനം വിശുദ്ധീകരിക്കുന്ന സ്പർശനം. ഇനി 3-ാമത്തെ സ്പർശനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിന്റെ സന്ദർഭം യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന 2 കുരുടന്മാരാണ്. അവർ വന്നിട്ട് യേശു തമ്പുരാനോട് എന്താണ് പ്രാർത്ഥിക്കുക? യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട്. കുഷ്ഠരോഗിയായ മനുഷ്യൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിനക്ക് തിരുമനസ്സാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. അപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. പത്രോസിന്റെ അമ്മയുടെ വീട്ടിലേക്ക് കടന്നു വന്ന യേശു പനി കൊണ്ട് ബുദ്ധിമുട്ടിയ ആ അമ്മയുടെ കൈ തൊട്ടു. അവൾക്ക് എന്ത് ലഭിച്ചു? സൗഖ്യം ലഭിച്ചു. 3-ാമത് യേശുവിൻ്റെ അടുക്കിലേക്ക് അതുവഴി പോയ യേശുവിനെ കണ്ടിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അപ്പോൾ യേശു എന്ത് ചെയ്തു? അവരുടെ കണ്ണിൽ തൊട്ടു. അവർക്ക് എന്ത് ചെയ്തു? ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പ്രിയമുള്ളവരെ, യേശു സ്പർശിക്കുമ്പോൾ കണ്ണ് തുറക്കും. അപ്പം 3-ാമത്തെ സ്പർശനം കണ്ണു തുറക്കുന്ന സ്പർശനമാണ്. 3-ാമത്തെ തൊടൽ എന്തിനാണ്? കണ്ണു തുറക്കുവാനുള്ള തൊടിയിലാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും
യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ കണ്ണ് തുറക്കണം. കണ്ണുകൾ തുറന്നു നോക്കിയെങ്കിൽ മാത്രമേ കാഴ്ചപ്പാടുകൾ മാറുകയുള്ളൂ. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ ശരിയായ കാഴ്ച ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ശരിയായ കാഴ്ച ഉണ്ടാവണമെങ്കിൽ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് എന്തുണ്ടാവണം? മാറ്റമുണ്ടാവണം. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ പരിചയമില്ലേ? ഉണ്ടോ? തമ്പുരാൻ കഷ്ടം അനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതൊന്നും അറിയാതെ, അറിയാതെയും 2 പേർ എവിടേക്ക് പോവാം? എമ്മൗസിലേക്ക് പോവുകയാണ്. അവർ പോകുന്ന വഴിയിൽ അവരുടെ സംസാര വിഷയം എന്താ? യേശുവിനെ കുറിച്ചാണ്. അവരറിയാതെ അവരോട് കൂടെ ആര് നടന്നു? യേശു നടന്നു. യേശു ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുക? അവർ ചോദിച്ചു, നീ ഇതൊന്നും അറിഞ്ഞില്ലേ? നീ ഇവിടെ എങ്ങും അല്ലേ ജീവിക്കുക എന്നെല്ലാം ചോദിച്ചു. ഒന്നും അറിയാത്തവനെ പോലെ യേശു തമ്പുരാൻ എല്ലാം കേട്ടിട്ട് അവസാന സന്ധ്യ ആയപ്പോൾ പറഞ്ഞു, ഞാൻ പോവാ. പക്ഷെ ഇവരെന്ത് പറഞ്ഞു? പോകണ്ട. ആ സമയത്ത് യേശു തമ്പുരാൻ എന്ത് ചെയ്തു? കഥ നിങ്ങൾക്കറിയാമല്ലോ. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. അവരുടെ കണ്ണുകൾ തുറന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ എന്ത് തുറക്കും? എൻ്റെ കണ്ണ് തുറക്കും. തമ്പുരാൻ എന്നെ തൊടും. അതുകൊണ്ട് 3ാമത്തെ സ്പർശനം എന്താണ്? കണ്ണ് തുറക്കുന്ന സ്പർശനമാണ്. 4 വീട്ടിൽ പോയി വായിച്ചാൽ മതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു തമ്പുരാൻ അടുത്തു ചെന്ന് അവരെ തൊട്ടു. ഈ സന്ദർഭം ഏതെന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാൻ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി. അവരെ ഒരിടത്തിരുത്തിയിട്ട് യേശു തമ്പുരാൻ അല്പം ദൂരെ മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ക്ഷീണം കൊണ്ട് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. മടങ്ങി വന്നപ്പോൾ എന്ത് കാണുന്നു? ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കാണുന്നത്. അവർ ഉറക്കമുണർന്നപ്പോൾ ഒരു വലിയ തേജസ് അവിടെ കാണുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാർ എന്ത് ചെയ്തു? വല്ലാണ്ട് ഭയപ്പെട്ടു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്താ? ഭയപ്പെടേണ്ട. ഇതുപോലെ തന്നെയാണ് യേശു തമ്പുരാൻ രാത്രിയുടെ യാമത്തിൽ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, പടകിലിരിക്കുന്ന ശിഷ്യന്മാർ ആരോ നടന്നു വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഒരു ഭൂതം നടന്നു വരുന്നു. പിന്നാണ് മനസ്സിലായത് ആരാ വരുന്നത്? ഗുരുവാണ്, യേശുവാണ്. പത്രോസിനോടും ശിഷ്യഗണത്തോടും തമ്പുരാൻ പറഞ്ഞു, എന്താ? ഭയപ്പെടേണ്ട. ശരിയാണോ? 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നതാ. അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭയപ്പാടുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഭയം എന്റെയും നിങ്ങളുടെയും സ്വാഭാവിക വികാരമാണ്. ആണോ? എന്റെയും നിങ്ങളുടെയും സ്വാഭാവിക വികാരമാണ് ഭയം എന്നുള്ളത്. ഈ ഭയം പല വിധത്തിലുണ്ട്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ രോഗം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ സാമ്പത്തിക ക്ലേശങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയില്ലായ്മ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിതം എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് ഭയപ്പാടുകളുടെ നടുവിലാണ്. പക്ഷേ യേശു എൻ്റെ മുൻപിൽ ഭയപ്പാടുകളുടെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവും? ഭയം മാറും. അതുകൊണ്ട് നാം ഓർക്കണം, മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല, പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം ഉള്ളിടത്ത് എന്തില്ല? ഭയമില്ല. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് എന്തു മാറിപ്പോകും? ഭയം മാറിപ്പോകും. യേശു തമ്പുരാൻ അവരെ തൊട്ടു, ഭയം മാറി. അതുകൊണ്ട് 4-ാമത്തെ സ്പർശനം ഭയം മാറ്റുന്ന സ്പർശനമാണ്. എന്റെയും നിങ്ങളുടെയും ഭയം മാറുവാൻ ഈ നോമ്പിന്റെ അനുഭവത്തിൽ ആര് തൊടണം? യേശു തൊടണം. 5 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യം, അവന്റെ നാവിനെ തൊട്ടു. ഇതേതാ സന്ദർഭം? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 33-ാം വാക്യം, മൂകനും ബധിരനുമായ ഒരു മനുഷ്യന്റെ സൗഖ്യമാണ്. ഇവിടെ യേശു തമ്പുരാൻ
അവന്റെ നാവിനെ തൊടുകയാണ്. മൂകനും ബധിരനുമായ മനുഷ്യന്റെ സൗഖ്യത്തിന്റെ സന്ദർഭത്തെ വായിക്കുമ്പോൾ അവിടെ യേശു തമ്പുരാൻ അവന് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. അവനെ പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് വിളിച്ചു മാറ്റി വേറിട്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ ചെവിയിൽ വിരല് ഇടുന്നുണ്ട്. യേശു തമ്പുരാൻ അവിടെ തുപ്പുന്നുണ്ട്. യേശു തമ്പുരാൻ അവന്റെ നാവിനെ തൊടുന്നുണ്ട്. യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നുണ്ട്. യേശു തമ്പുരാൻ നെടുവീർപ്പിടുന്നുണ്ട്. അവസാനമായി അവനോട് പറഞ്ഞു, എഫേദാ, എഫേദാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ ചെവി തുറന്നു, നാവിന്റെ കെട്ട് അഴിഞ്ഞു. ഇതിന്റെ എല്ലാ സാരാംശം എന്ത് എന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാൻ അവനിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ്. വേറിട്ട ജീവിത അനുഭവങ്ങളിലേക്ക് എന്നെ തമ്പുരാൻ കൂട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ എൻ്റെ വിശ്വാസം എന്നിൽ ജനിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് എന്നെ അവരിൽ നിന്ന് അകറ്റി വേറെ ഏതെങ്കിലും ഇടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അവിടെ ഈ മൂകനും ബധിരനുമായ മനുഷ്യൻ അനുഭവപ്പെട്ടതുപോലെ എൻ്റെ ഉള്ളിൽ വിശ്വാസം ജനിപ്പിക്കുന്നതിന് എന്നെ എൻ്റെ തമ്പുരാൻ അവന്റെ കൂടെ കൊണ്ടുപോവുകയാണ്. 2, എൻ്റെ ചെവിയിൽ അവൻ വിരലിടും. അവന്റെ ചെവിയിൽ ഇട്ടതുപോലെ അടയാള ഭാഷ ഉപയോഗിച്ച്, പ്രതീകം ഉപയോഗിച്ച് അവനിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. 3, യേശു തമ്പുരാൻ അവിടെ തുപ്പുന്നു, അവന്റെ നാവിനെ തൊടുന്നു. ഇത് രണ്ടും അവനെ സൗഖ്യമാക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അവൻ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. ദൈവത്തെ ഓർക്കണമെന്ന് യേശു അവനെ ഓർപ്പിക്കുകയാണ്. സ്വർഗത്തിലേക്ക് യേശു തമ്പുരാൻ നോക്കുന്ന അനേക അനുഭവങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് പരിചിതമാണ്. യേശു തമ്പുരാന്റെ ഏത് പ്രവർത്തിക്ക് ആരംഭം കുറിക്കുമ്പോഴും, ഏത് അടയാളം പ്രവർത്തിക്കുമ്പോഴും അതിന്റെ മുമ്പിൽ യേശു എവിടേക്ക് നോക്കും? സ്വർഗത്തിലേക്ക് നോക്കും. പുരുഷാരത്തിന് അപ്പം വിളമ്പുവാൻ യേശു ബാലനിൽ നിന്ന് അപ്പം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് നോക്കി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എവിടേക്ക് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കണം. എൻ്റെ നാവിൻ്റെ കെട്ടഴിയുവാൻ, എൻ്റെ ബന്ധനങ്ങൾ അഴിയുവാൻ, എൻ്റെ ഭയം മാറുവാൻ, എൻ്റെ രോഗം മാറുവാൻ, ഞാൻ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഞാൻ ആശങ്ക കൂടാതെ, മടി കൂടാതെ എവിടേക്ക് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കണം. ആ സ്വർഗത്തിലെ ദൈവം പറയും, എഫേദാ. അപ്പോൾ എൻ്റെ ചെവി തുറക്കും, എൻ്റെ നാവിൻ്റെ കെട്ട് അഴിയും എന്നുള്ളതാണ്. അവിടെ 34 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. 6ാമത്തെ സ്പർശനം, അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. ഇതും നമുക്ക് പരിചിതമാണ്. യേശു തമ്പുരാന്റെ യെരുശലേമിലെ അന്ത്യയാത്ര വിവരിക്കുന്ന ഈ വേദഭാഗത്ത് യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ശിശുക്കളെ കൊണ്ടുവരുമ്പോൾ അവരുടെ മേൽ യേശു തമ്പുരാൻ കൈവച്ചിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിശുക്കളെ പോലെ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു സ്പർശനം എന്നിൽ ഉണ്ടാവും. ശിശുക്കളെ പോലെ യേശുവിന്റെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ശിശുക്കളെ അനുഗ്രഹിച്ചതുപോലെ ആരെന്നെയും അനുഗ്രഹിക്കും? യേശു എന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്നതിനുള്ളൊരു സ്പർശനം എപ്പോഴും യേശുവിലുണ്ട് എന്ന് ഓർക്കുക. 7 വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിധവയുടെ നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ യേശു തമ്പുരാൻ ഉയർപ്പിക്കുന്നുണ്ട്. അവിടെ നിലവിളി കണ്ടിട്ട് അവനെ ചുമന്നുകൊണ്ടുപോയ മഞ്ചത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അതിന്മേൽ തൊടുമ്പോൾ അവൻ ഉയർത്ത് എഴുന്നേൽക്കുകയാണ്. ജീവിപ്പിക്കുന്ന ഒരു സ്പർശനം, മരിച്ചതിൽ നിന്ന് ജീവിപ്പിക്കുന്ന ഒരു സ്പർശനം. ഞാനും നിങ്ങളും ഈ ലോകത്ത് മരിച്ചതിനൊക്കമേ ജീവിക്കുന്ന അനുഭവം വരുമ്പോൾ വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ജീവൻ നൽകുന്ന ഒരു സ്പർശനം ആരിൽ നിന്നുണ്ടാവും? യേശുവിൽ നിന്ന് ഉണ്ടാവും. എൻ്റെ വാക്കുകളെ ഞാനിവിടെ പൂർത്തീകരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കണം. നാം എടുത്ത വേദഭാഗം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. കൊലോസ്യ ലേഖനത്തിൻ്റെ
3-ാം അധ്യായത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ഞാൻ ദൈവസന്നിധിയിൽ വിനയപ്പെടുമ്പോൾ യേശു തമ്പുരാന്റെ സ്പർശനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. വിശുദ്ധ സുവിശേഷങ്ങളിലൂടെ യേശു തമ്പുരാൻ സ്പർശിച്ചതായ 8 സന്ദർഭങ്ങളെ മനസ്സിലേക്ക് ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കുന്ന, എന്നെ സൗഖ്യമാക്കുന്ന, എൻ്റെ ഭയം മാറ്റുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പ് സാധ്യമാക്കി തരുന്ന, എൻ്റെ കണ്ണുകളെ തുറക്കുന്ന മശിഹാ തമ്പുരാന്റെ സ്പർശനം ഈ നോമ്പ് അനുഭവത്തിലൂടെ ഉണ്ടാവണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതം ദൈവകരങ്ങളാൽ നയിക്കപ്പെടണം. ജീവിതം ദൈവകരങ്ങളാൽ നയിക്കപ്പെടണം എന്നുള്ളൊരു ബോധ്യം നമ്മിൽ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യ അവബോധം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ദൈവ സാന്നിധ്യ അവബോധം എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ദൈവ സാന്നിധ്യ അവബോധം എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സകല ഐശ്വര്യവും സാധ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വസിക്കും. അവിടെ എന്തില്ല? ഭയമില്ല. അവിടെ എന്തില്ല? നിരാശയില്ല. ആയതുകൊണ്ട് ഇന്നലകളിലെ ദുഃഖങ്ങളെ നിരാശയാക്കി മാറ്റാതെ, നാളത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ആകലപ്പെട്ടു പോകാതെ, ഈ വർത്തമാനകാല ജീവിതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ ഈ പരിശുദ്ധമായ നോമ്പ് എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഈ പുണ്യവാനായ പരിശുദ്ധ ഗൗരീസഹദായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും അതിന് നമുക്ക് ബലമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുവാൻ അവസരമൊരുക്കി തന്ന ആൻഡ്രൂസ് അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരോടും സഹോദരങ്ങളോട് നന്ദി അർപ്പിച്ചുകൊണ്ട്, ഇടവകയെ നന്ദിയോടെ ഓർത്തുകൊണ്ട്, എന്നെ ശ്രദ്ധാപൂർവം ശ്രവിച്ച നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് അനുഗ്രഹീതമായൊരു നോമ്പ് യാത്ര വിജയകരമായി പൂർത്തീകരിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ.